നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ കേരളത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വാക്കുകൾക്കുള്ള സ്വാധീനം തെളിയിച്ച് അദ്ദേഹം രചിച്ച ആദം നീ എവിടെയാകുന്നു എന്ന പുസ്തകം വിപണിയിൽ വൻ വിജയമായി കുതിക്കുകയാണ്. വിവിധ ക്രൈസ്തവ സഭകളുടെ ഉന്നത സമ്മേളനങ്ങളിലും വേദികളിലും മുഖ്യമന്ത്രി നടത്തിയ ചരിത്രപരവും ശ്രദ്ധേയവുമായ പ്രസംഗങ്ങളുടെ സമാഹാരമായ ഈ പുസ്തകം ഇപ്പോൾ ആഗോള വായനക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പുസ്തകത്തിന്റെ വൻ സ്വീകാര്യത കണക്കിലെടുത്ത് ഇതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ വരും ദിവസങ്ങളിൽ പുറത്തിറങ്ങുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ സാംസ്കാരിക ലോകത്ത് നിന്നും പുറത്തു വരുന്നത്. പ്രശസ്തമായ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപികയായ റൌഫ് റൂമിയാണ് വി.ഡി. സതീശന്റെ ചിന്തകളും പ്രസംഗങ്ങളും കോർത്തിണക്കിയ ഈ ഗ്രന്ഥം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുന്നത്. ക്രൈസ്തവ ദർശനങ്ങളെയും സമകാലിക സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ആഴത്തിലുള്ള നിരീക്ഷണങ്ങൾ ഇംഗ്ലീഷ് പതിപ്പിലൂടെ ദേശീയ അന്തർദേശീയ തലത്തിലുള്ള വായനക്കാരിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. നിലവിൽ മലയാളത്തിൽ പുസ്തകം സൃഷ്ടിച്ച വൻ തരംഗം ഇംഗ്ലീഷ് പതിപ്പിന്റെ അണിയറ നീക്കങ്ങൾക്ക് വലിയ ഊർജമാണ് പകരുന്നത്. കേരളത്തിലെ പ്രമുഖ പ്രസാധകരായ DC ബുക്സ് ഈ വർഷം മെയ് 9 ആദം നീ എവിടെയാകുന്നു എന്ന പുസ്തകം വായനക്കാർക്ക് മുന്നിൽ എത്തിച്ചത്. പുറത്തിറങ്ങി ചുരുങ്ങിയ നാളുകൾക്കകം തന്നെ 10,000 കോപ്പികൾ പിന്നിട്ട പുസ്തകം നിലവിൽ 13,000-ഓളം കോപ്പികളുടെ റെക്കോർഡ് വിൽപ്പനയുമായി വിപണിയിൽ വൻ മുന്നേറ്റം തുടരുകയാണ്. രാഷ്ട്രീയ നേതാക്കളുടെ പുസ്തകങ്ങൾക്ക് പൊതുവെ ലഭിക്കുന്നതിനേക്കാൾ വലിയൊരു സ്വീകാര്യതയാണ് വി.ഡി. സതീശന്റെ പുസ്തകത്തിന് കേരളത്തിലുടനീളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പുസ്തകം വിപണിയിൽ വൻതോതിൽ വിറ്റഴിയുകയും വലിയ ചർച്ചകൾക്ക് വഴിമാറുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഇതുവരെ ഇതിന്റെ ഒരു ഔദ്യോഗിക പ്രകാശന ചടങ്ങ് പോലും ഭരണത്തലവന്റെ തിരക്കുകൾ കാരണം നടത്താനായിട്ടില്ല എന്നതാണ് ഏറെ കൗതുകകരമായ വസ്തുത. സാധാരണയായി പ്രമുഖരുടെ പുസ്തകങ്ങൾ വലിയ ചടങ്ങുകളോടെ പ്രകാശനം ചെയ്ത ശേഷമാണ് വിപണിയിൽ എത്താറുള്ളത്. എന്നാൽ ഇവിടെ ഒരു പരസ്യ പ്രചാരണത്തിനും ഇല്ലാതെ തന്നെ പുസ്തകം വായനക്കാർ സ്വയം തേടി പിടിച്ചു വാങ്ങുന്ന അസാധാരണമായ കാഴ്ചയാണ് സാംസ്കാരിക കേരളത്തിൽ കാണാനാകുന്നത്. മുതിർന്ന മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ റോയ് മാത്യു എഡിറ്റ് ചെയ്ത പുസ്തകത്തിന് മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് ആണ് അവതാരിക എഴുതിയത്. പുസ്തകം വൻതോതിൽ വിറ്റഴിയുന്നുണ്ടെങ്കിലും ഇതുവരെ ഔദ്യോഗികമായ പ്രകാശന ചടങ്ങ് നടത്താനായില്ല എന്നതാണ് കൗതുകം. ഓരോ ദിവസവും DC ബുക്സിന്റെ ഔദ്യോഗിക ഔട്ട്ലെറ്റുകളിൽ മാത്രം ശരാശരി 250ഓളം പുസ്തകങ്ങളാണ് വായനക്കാരുടെ കൈകളിലേക്ക് എത്തുന്നതെന്നും DC ബുക്സ് ഉടമ രവി DC വ്യക്തമാക്കി. സാധാരണ രാഷ്ട്രീയ വായനക്കാർക്കപ്പുറം പ്രസംഗങ്ങളിലെ ദാർശനിക ഭംഗിയും ചിന്താപരമായ ആഴവും കാരണമാണ് ഈ പുസ്തകത്തെ സാംസ്കാരിക ലോകം ഇരുകൈയും നീട്ടി ഏറ്റെടുത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ വിൽപ്പന ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രസാധകർ നൽകുന്ന സൂചന. കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭകളുടെ ചരിത്രവും അവ സമൂഹത്തിന് നൽകിയ സംഭാവനകളും വി.ഡി. സതീശൻ തന്റെ പ്രസംഗങ്ങളിലൂടെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിൾ സൂക്തങ്ങളെയും മനുഷ്യത്വത്തിന്റെ കാതലായ വശങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങൾ കേവലം രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കപ്പുറം വലിയൊരു തത്വചിന്താപരമായ വായനയാണ് സമ്മാനിക്കുന്നത്. ഇതാണ് പുസ്തകത്തിന്റെ ജനപ്രീതി ഇത്രയധികം ഉയരാൻ കാരണമായതും. ഭരണപരമായ വലിയ തിരക്കുകൾക്കിടയിലും മുഖ്യമന്ത്രി പുലർത്തുന്ന വിപുലമായ വായനാശീലവും പുസ്തകത്തിലെ ഓരോ വരികളിലും പ്രകടനമാണ്. സമകാലിക ഇന്ത്യ നേരിടുന്ന വലിയ വെല്ലുവിളികളെ ക്രൈസ്തവ ദർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുന്ന രീതിയാണ് പുസ്തകത്തിന്റെ കാതൽ. സമൂഹത്തിൽ മതസൗഹാർദ്ദവും പരസ്പര വിശ്വാസവും നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയും പുസ്തകം ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട്. മലയാള പതിപ്പ് സൃഷ്ടിച്ച ഈ അത്ഭുതപൂർവമായ ജനപ്രീതി കണക്കിലെടുത്താണ് ഇതിന്റെ ഇംഗ്ലീഷ് പതിപ്പ് അടുത്ത മാസം, അതായത് ജൂലൈയിൽ തന്നെ വിപണിയിൽ എത്തിക്കാനുള്ള ദ്രുതഗതിയിലുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ പൂർത്തിയായി വരുന്നത്. റൌഫ് റൂമിയുടെ മനോഹരമായ ഭാഷാശൈലി കൂടി ചേരുമ്പോൾ ഇംഗ്ലീഷ് പതിപ്പും വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രസാധകരും സാംസ്കാരിക ലോകവും ഒരുപോലെ വിലയിരുത്തുന്നത്. കേരളത്തിലെ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിലും മുഖ്യമന്ത്രിയുടെ ഈ സാംസ്കാരിക നേട്ടം അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിനെ മാറ്റുകൂട്ടുന്നതാണ്. ഗ്രൂപ്പ് പോരുകളും ഭരണ വിവാദങ്ങളും ഒന്നിനു പുറകെ ഒന്നായി ഉയരുമ്പോഴും സ്വന്തം ചിന്തകളുടെ കരുത്ത് വായനക്കാർക്ക് മുന്നിൽ തെളിയിക്കാൻ വി.ഡി. സതീശന് ഇതിലൂടെ സാധിച്ചു. രാഷ്ട്രീയ ശത്രുക്കൾ പോലും പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെയും വായനാ സുഖത്തെയും പ്രശംസിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ പുസ്തകത്തിന്റെ ഔദ്യോഗികമായ പ്രകാശന ചടങ്ങും ഇംഗ്ലീഷ് പതിപ്പിന്റെ
പ്രകാശനവും ഒരുമിച്ച് വലിയൊരു സാംസ്കാരിക സദസ്സിൽ വെച്ച് നടത്താനാണ് സംഘാടകരുടെ നീക്കം. മലയാള വിപണി കീഴടക്കിയ വി.ഡി. സതീശന്റെ ചിന്തകൾ ഇനി ദേശീയ തലത്തിലും ചർച്ചയാകാൻ പോവുകയാണ്. ആദം നീ എവിടെയാകുന്നു എന്ന ചോദ്യം വരും ദിവസങ്ങളിൽ ഇന്ത്യൻ സാംസ്കാരിക രാഷ്ട്രീയ വേദികളിൽ വലിയ സംവാദങ്ങൾക്ക് തിരികൊളുത്തുമെന്നും ഉറപ്പാണ്. 32 അധ്യായങ്ങളിലായാണ് വിവിധയിടങ്ങളിലെ പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വി.ഡി. സതീശൻ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ ഗ്രന്ഥമായാണ് ബൈബിളിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അത് അന്വർത്ഥമാക്കുന്ന പ്രസംഗങ്ങളാണ് പുസ്തകത്തിലുള്ളത്. പഠിച്ചതും വളർന്നതുമെല്ലാം ക്രൈസ്തവ ചുറ്റുപാടുകളിലായിരുന്നതിനാൽ വായന തന്റെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയ കാലം മുതൽ ക്രിസ്തുവിനെ കുറിച്ച് അറിയാനും വായിക്കാനും കൂടുതൽ സമയം കണ്ടെത്തുക പതിവായിരുന്നുവെന്നും പുസ്തകത്തിന്റെ ആമുഖത്തിൽ വ്യക്തമാക്കുന്നു. ഹൈന്ദവ വിശ്വാസിയായി തുടരുമ്പോഴും മറ്റ് മതങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനും സാരാംശങ്ങൾ ഉൾക്കൊള്ളാനും ശ്രമിച്ചിരുന്നു. എല്ലാ ദിവസവും ബൈബിളിലെ ഒരു അധ്യായം വായിക്കുന്നത് പതിവാക്കിയെന്നും ഇതിൽ വിശദീകരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ, ചിന്തകൾ, ലോകക്രമത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എന്നിവ തന്നെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്നും കുറിപ്പിലുണ്ട്. വിവിധ സഭകളുടെ ഏതാണ്ട് 250ഓളം യോഗങ്ങളാണ് സതീശൻ പ്രസംഗിച്ചിട്ടുള്ളത്. നിയുക്ത കർദിനാൾ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ മാതൃക ഇടവക നൽകിയ സ്വീകരണ ചടങ്ങിൽ നടത്തിയ പ്രസംഗത്തിന്റെ തലക്കെട്ടാണ് പുസ്തകത്തിന്റെ പേരായി ഉപയോഗിച്ചിട്ടുള്ളത്. ആദം നീ എവിടെയാകുന്നു എന്ന പ്രസംഗം വൈറലായിരുന്നു. പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റ ശേഷം ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ കൂമ്പനാട് കൺവെൻഷനിൽ പ്രസംഗിക്കുന്നതിന് ക്ഷണം ലഭിച്ച കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. അല്പം അങ്കലാപ്പോടെയാണ് ക്ഷണം സ്വീകരിച്ചതെന്നും വിശ്വാസികൾ തിങ്ങി നിറഞ്ഞ പന്തലിൽ നിന്നുകൊണ്ട് എങ്ങനെ ദൈവവചനം പറയുമെന്ന ആശങ്കയുണ്ടായിരുന്നുവെന്നും വ്യക്തമാക്കുന്നു. 2023 ജാനുവരി 18 വൈകുന്നേരമാണ് കൺവെൻഷനിൽ പ്രസംഗിച്ചത്. നിന്റെ രാജ്യം വരണമേ എന്നായിരുന്നു ആ വർഷത്തെ കൺവെൻഷന്റെ ചിന്താ വിഷയം. ദൈവരാജ്യ സങ്കല്പത്തെക്കുറിച്ചും ക്രിസ്തുവിന്റെ ദർശനങ്ങൾ പതർച്ചയില്ലാതെ പറയാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി കരുതുന്നുവെന്നും വിശദീകരിക്കുന്നു. കുമ്പനാട് കൺവെൻഷന് ശേഷം സഭാ വ്യത്യാസമില്ലാതെ നിരവധി ഇടങ്ങളിൽ ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കാൻ അവസരം ലഭിച്ചു. ദൈവശാസ്ത്രത്തെക്കുറിച്ച് ഉന്നതമായ അറിവും ദർശനവുമുള്ള സഭാപിതാക്കന്മാർക്കൊപ്പം അവസരം ലഭിച്ചതും വലിയ ബഹുമതിയായി കരുതുന്നുവെന്നും സതീശൻ ആമുഖക്കുറിപ്പിൽ വ്യക്തമാക്കി. വിവിധ സഭകളുടെ 250 യോഗങ്ങളിലാണ് അദ്ദേഹം പ്രസംഗിച്ചത്. 2022 ഏപ്രിൽ 30 തിരുവല്ലയിൽ നടന്ന മാർത്തോമ സഭയുടെ 17ാമത്തെ മെത്രോപൊലീത്ത എബ്രഹാം മാർത്തോമയുടെ 111ാം വാർഷിക ദിനത്തിലെ പ്രസംഗവും ശ്രദ്ധേയമായിരുന്നു.